Hello, good afternoon all. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് കഴിഞ്ഞ ലൈവിൽ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആ ചാപ്റ്ററുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് നല്ല സൂപ്പറായിട്ട് കത്തും, ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ കത്തൂല. സോ ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ദാറ്റ് ലോജിക്. ആ ലോജിക് കിട്ടിയാൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷെ പെർമ്യൂട്ടേഷൻസ് അല്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി ആണ്. എൻ്റെ സ്ക്രീനിൽ കാണാലോ, പ്രോബബിലിറ്റി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പ്രോബബിലിറ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ട് പരിചയപ്പെട്ട ഒരാളാണ് പ്രോബബിലിറ്റി. നിങ്ങൾ 10th പഠിച്ച് സെറ്റാക്കി വന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പം കൂടുതലായിട്ട് അധികം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബേസ് ടച്ച് ചെയ്ത് പോകും, അത്രേ ഉള്ളൂ പ്രോബബിലിറ്റി. ഓക്കെ, ഇച്ചിരി ലോജിക് ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. എല്ലാവർക്കും ഏകദേശം എളുപ്പമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പ്രോബബിലിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? എൻ്റെ മൈക്ക് എല്ലാം സെറ്റ് മീൻസ് ഓഡിയോ എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തംസ് അപ്പ് എല്ലാം തരുവാന്നുണ്ടെങ്കിൽ വിൽ സ്റ്റാർട്ട്. Thank you, Sahal Ismail. Super mistake. Good afternoon, Avarna. Good afternoon. Hi, Vicky Vikneshwar. Okay, അപ്പോൾ നമുക്ക് അധികം ഡിലേ ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തീർക്കാൻ നോക്കാം. കാരണം ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിച്ചാവും. ഓക്കെ, അപ്പോൾ അധികം ഡിലേ ഇല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് തകർക്കാന്നൊക്കെ സഹായം. ഓക്കെ, തകർക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഫോക്കസ് ഏരിയയിൽ 3 ടോപ്പിക്കേ നിങ്ങൾക്ക് പ്രോബബിലിറ്റി എന്നുള്ളൂ. Probability of equally likely outcomes, probability of events A or B, probability of events not A. ഈ 3 ടോപ്പിക്കും മാത്രമേ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുള്ളൂ. ഓക്കെ, പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രോബബിലിറ്റി എന്താ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി പറയാം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത, മലയാളത്തിൽ പറയാന്നുണ്ടെങ്കിൽ സാധ്യത, ഒരു പോസിബിലിറ്റി, അതാണ് പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ എക്സാം സ്റ്റേ ചെയ്തല്ലേ, അപ്പൊ എക്സാം നടക്കാതിരിക്കാം, അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. നമുക്ക് നിങ്ങളിപ്പം 154 പേര് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ വന്ന് 169 169 പേർക്കും അറിയാം എക്സാം നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ക്ലാസ്സിലേക്ക് വരുന്നത്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടാവും എക്സാം നടക്കൂല എന്ന് വിശ്വസിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. പക്ഷെ നമുക്കറിയാം എക്സാം നടക്കുമെന്ന്. സോ ദാറ്റ്സ് എ പ്രോബബിലിറ്റി. ഓക്കെ, പോസിബിൾ ആണ്, ചിലപ്പോൾ നടക്കാം നടക്കാതിരിക്കാം, പക്ഷെ നടക്കും എന്നുള്ളതാണ് സത്യം. ഓക്കെ, so probability the values can be between 0 and 1. Okay, probability നമ്മൾ പറയുമ്പോൾ അതിന്റെ വാല്യൂസ് 0 and 1 അവിടെ നിന്നാണ് വേരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, if I say the probability is just a second guys. Okay, അപ്പോൾ probability ഒരു സെക്കൻഡ്. ഓക്കെ, സോ പ്രോബബിലിറ്റി നമുക്കറിയാം എക്സാം നടക്കുമെന്ന്. അപ്പം ഒരു ഷുവർ ഇവന്റ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ ഷുവർ ഇവന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവത്തിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതേസമയം ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇമ്പോസിബിൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. സോ ദ പ്രോബബിലിറ്റി വേരീസ് ഫ്രം 0 to 1. ഇനി ചില ആൾക്കാർ പറയും 50-50% ആണ്, എക്സാം നടക്കും ചിലപ്പോൾ 50%. അപ്പൊ പ്രോബബിലിറ്റിന്റെ വാല്യൂ എന്താ? 1/2. ഇനി 75% എക്സാം നടക്കും, ബാക്കി 25 നടക്കൂല എന്ന് പറയുന്ന ആൾക്കാർക്ക് പ്രോബബിലിറ്റി ഈസ് വേരിങ് 3/4, അങ്ങനെ വേരി ചെയ്ത് വരും. സോ ടോട്ടലി വാട്ട് ഐ മീൻ ഇസ് ദാറ്റ് പ്രോബബിലിറ്റി is varying between 0 and 1. Okay, sorry guys for the confusion. Okay, നമുക്ക് അധികം ഡിലേ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി ബേസ് അറിയാം. പ്രോബബിലിറ്റിയിൽ നിങ്ങൾ ആദ്യം കുറച്ച് പഠിക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് വരുന്നത് പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണ്. എന്താ ഈക്വലി ലൈക്ലി? പറയും, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയും. ഓക്കെ,
ഓക്കെ, ഈക്വലി ലൈക്ലി ഔട്ട്കംസിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പൊ നമുക്ക് കുറച്ച് ഫോർമുലാസ് പഠിക്കാം. ഈ ഫോർമുലാസ് ഉണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാം. ഇത് ഓൾറെഡി നിങ്ങൾ കണ്ട് പരിചയപ്പെട്ട ഫോർമുലാസ് ആണ്, പുതിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നത് പി ഓഫ് എ ഓർ ബി. എ ഓർ ബി ഓർ വരുവാന്നുണ്ടെങ്കിൽ സെറ്റ് ഒക്കെ പഠിച്ച് സെറ്റ് ആയിരിക്കുന്ന പിള്ളേരാണ് നിങ്ങൾ. സെറ്റ് സെറ്റ്സ്. അപ്പം എ ഓർ ബി ഓർ വന്നാൽ യു ഹാവ് ടു ടേക്ക് യൂണിയൻ. എ യൂണിയൻ ബി എടുക്കണം. ഇനി എ ആൻഡ് ബി വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഇന്റർസെക്ഷൻ. സോ പി ഓഫ് എ ഓർ ബി, പി ഓഫ് എ യൂണിയൻ ബി ആണ്. പി ഓഫ് എ ആൻഡ് ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇനി നോട്ട് എ, പി ഓഫ് നോട്ട് എ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റിലേക്ക് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഒറ്റ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പി ഓഫ് എ നോട്ട് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ബേസ് ചെയ്യും. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് സെയിം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പി ഓഫ് എ നോട്ട് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. ഓക്കെ, ഇനി പി ഓഫ് നോട്ട് എ നോട്ട് ബി എന്തായിരിക്കും? പി ഓഫ് നോട്ട് എ, പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ പി ഓഫ് നോട്ട് എ, പി ഓഫ് നോട്ട് ബി, ഐ മീൻ പി ഓഫ് നോട്ട് എ ആൻഡ് പി ഓഫ് നോട്ട് ബി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ നോട്ട് ബി നോട്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ആൻഡ് കിടക്കുന്നതുകൊണ്ട് യൂണിയൻ വരോ ഇന്റർസെക്ഷൻ വരോ? യൂണിയൻ വരോ ഇന്റർസെക്ഷൻ വരോ? ഇന്റർസെക്ഷൻ. ആൻഡ് വരുമ്പോൾ ഇന്റർസെക്ഷൻ മാത്രം, ഓർ ആണ് യൂണിയൻ. ഓക്കെ, ഇനി പി ഓഫ് എ ബട്ട് നോട്ട് ബി. എ നടക്കും, ബി നടക്കില്ല. അങ്ങനത്തെ ഒരു ചാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എ മൈനസ് ബി. ഇതെല്ലാം നിങ്ങൾ സെറ്റിൽ പഠിച്ചു പോയതാണ്, ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുന്നേ ഉള്ളൂ പ്രോബബിലിറ്റിന്റെ ടേംസിൽ. ഓക്കെ, ചാപ്റ്റർ സിമ്പിൾ ആണ് അക്ഷയ്, വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്തിരിക്കുക. 1 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വളരെ ഷോർട്ട് ആക്കിയാണ് ഞാൻ മെയിൻ സാധനങ്ങൾ മാത്രം ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് സിമ്പിൾ ആണ് അക്ഷയ്, പേടിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഓർ സ്റ്റാൻഡ്സ് ഫോർ യൂണിയൻ, ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ ഇന്റർസെക്ഷൻ. ഇത് നിങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതും നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ച ആൾക്കാരാണ്. ഇത് തന്നെ എനിക്ക് പറയാൻ സമയമുള്ളൂ, കാരണം നിങ്ങൾ സെറ്റ്സിലുള്ളതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് പ്രോബബിലിറ്റിയിൽ വരുന്നത്. ചില കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഡി മോർഗൻസ് ലോ കേട്ടിട്ടില്ലേ? ഡി മോർഗനെ പറ്റി. ഡി മോർഗൻ ലോ എന്താ പറയുന്നത്? എ യൂണിയൻ ബി ഹോൾ ഡാഷ്, എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി യെസ് ആദിത്യ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇപ്പൊ ഈ ബേസിക് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല കേട്ടോ, അത് കത്തില്ല. സോ ഇപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് ഇപ്പൊ ഓരോ പോയിന്റ്സ് നമ്മൾ ബേസ് ഇടുവാണ്. ഇങ്ങനെ കയറി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് എത്താം. സോ ഇപ്പൊ ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് നമ്മൾ ചാടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് പോകും, ക്വസ്റ്റ്യൻസിലേക്ക്. ഓക്കെ, ഇനി എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഡി മോർഗന്റെ ലോ ഈ 2 ലോവും പഠിച്ചാൽ സെറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ മെയിൻ പോയിന്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതാണ്, അത്ര ഈസിയാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് പി ഓഫ് എ ഈക്വൽസ് 2/11 then പി ഓഫ് എ ഡാഷ് എന്താണ്? പി ഓഫ് എ ഈസ് ഈക്വൽ ടു 2/11, പി ഓഫ് എ ഡാഷ് എന്താണ്? വേഗം പറഞ്ഞോ, നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞോ. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞോളൂ. പി ഓഫ് എ 2/11 ആണെങ്കിൽ പി ഓഫ് എ ഡാഷ് എന്തായിരിക്കും? പി ഓഫ് എ 2/11, പി ഓഫ് എ 2/11 ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഡാഷ് നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ എന്നുള്ളൊരു ഇവന്റ് അല്ലെങ്കിൽ എ എന്നുള്ളൊരു സംഭവം നടക്കാനുള്ള ഒരു പ്രോബബിലിറ്റി 2/11 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഡാഷ് എന്താണ്, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ് പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ദിസ്, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. യെസ്, വെരി കറക്റ്റ്. അപർണ, നാരായൺ, ഫിദ, അർഷ, ലിൽപീനറ്റ്, നഹ്ല, എവറിബഡി ഈസ് കറക്റ്റ്. അപ്പം പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. സോ ദാറ്റ് മീൻസ് 1 മൈനസ് 2/11 ആണ് പി ഓഫ് എ ഡാഷ്, വിച്ച് ഇസ് ഈക്വൽ ടു 11 മൈനസ് 2, ദാറ്റ് ഇസ് 9/11. ഇതാണ് അതിൻ്റെ ആൻസർ. സിമ്പിൾ ആൻസർ. യെസ്, നന്ദു സ്റ്റക്കി കറക്റ്റ് ആണ്. യെസ്, ഹിബ പി പി കറക്റ്റ്.
Ria, Reggie, we decimal ആയിട്ട് convert ചെയ്തു. Very good, very good, very good guys. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെയ്യാം. കുറേ പേർക്ക് കിട്ടി. Good. Now moving on to the next question. So if A and B are two events such that P of A equals 0.42, P of B is equal to 0.48, P of A intersection B is equal to 0.16, and then we are asked to find P of not A. First question P of not A ആണ്. നമ്മൾ ഇപ്പോൾ ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു നോട്ട്. So P of not A എന്താണ്? P of not A എന്ന് പറയുന്നത് P of not A എന്ന് പറയുന്നത് P of A dash അല്ലേ? P of A dash എന്താണ്? 1 minus P of A അല്ലേ? ഇപ്പോൾ ഇവിടെ തന്നേക്കുന്ന P of A നമുക്ക് ഓൾറെഡി കൈ തന്നിട്ടുണ്ട്. So we can substitute directly. So 1 minus 0.42. എന്താണ് ആ വാല്യൂ? 1 minus 0.42. You want me to zoom? Sure. Zoom ചെയ്തിട്ടുണ്ട് നെയ്മറെ. zoom ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? P of not A എന്ന് പറയുന്നത് P of A dash is equal to 1 minus P of A ആണ്. P of A നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.42. അപ്പോൾ നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. എന്ത് കിട്ടും? 0.58. Yes, Ria, Reggie, very good. Aisha, Fatima, yes. Ajaz Sadish ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ക്ലാസ്സിലും you got a lot of correct answers. Very good. So that is P of not A. Okay. ഇനി next question ലേക്ക് പോവാം. So this is the first question. Second question P of not B. Similar question, right? Simple ആണ്. P of B dash which is equal to 1 minus P of B which is equal to 1 minus 0.48. അതിൻ്റെ ആൻസർ ഇതാ 1 minus 0.48 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 0.52. 0.52 ആണ്. 0.58 ഇതെല്ലാവരും 0.58 എന്ന് പറയുന്നത്. P of B 0.48 അല്ലേ? So 1 minus 0.48 എത്രയാ? 0.52 ആണ്. Yes, Ria, Reggie. 0.52 ആണ്. 0.58 അല്ല. ഞാൻ എവിടെയോ കണ്ടു. സോറി 0.52 ആണ്. 0.58 അല്ല. Yes, correct Sahal. Vinesh Pai. എല്ലാം കറക്റ്റ് ആണ്. Okay. It's not 0.58 Jayalakshmi. It's 0.52. Okay. Moving on to the next question. P of A union B എന്താണ്? P of A union B. ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞ് P of A union B. സെറ്റ് പഠിച്ച ആൾക്കാർ പെട്ടെന്ന് പറയും. So P of A plus P of B minus P of A intersection B ആണ് P of A union B. So that is 0.42 plus 0.48 minus 0.16 which is equal to 0.42 plus 0.48 minus 0.16 and that is equal to 0.74. Surya, very good. Lil Peanut, very good. Nandana, very good. Moving on. വേഗം മാച്ച് ചെയ്തോ. First question, P of A is equal to 1 by 4. What is P of not A? P of not A എന്താണ്? Not എന്ന് കുറേ വരുന്നുണ്ടല്ലോ. ഇത് ഭയങ്കര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. It's very important. So 1 by 4 ആണ് P of A എങ്കിൽ P of not A, of course it is Deen Dayal. നീ ആൻസർ ചെയ്താൽ പേര് വിളിക്കൂ. Okay, P of A is equal to 1 by 4. P of not A is equal to what, guys? 1 by 4. So that is 1 minus 1 by 4, 3 by 4. നേരെ നമുക്ക് തേർഡിലേക്ക് മാച്ച് ചെയ്യാം. Yes, very good, Adira Suresh, Abhishek. Now, P of A is equal to 1 by 3, P of B is equal to 1 by 4, and P of A union B is equal to 1 by 12. The question is asking us to find P of A intersection B. A intersection B എന്താണ് question. P of A, കളർ കാണുന്നില്ലല്ലോ. P of A intersection ആണ്. A intersection B ആണ്. അപ്പോൾ നമുക്കറിയാം P of A union B is equal to P of A intersection B ഒറ്റയടി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയില്ല. പക്ഷെ നമുക്ക് P of A union B അറിയാം. So P of A union B is P of A plus P of B minus P of A intersection B. ഇതിൽ നമുക്ക് ബാക്കി P of A intersection B വെച്ച് ബാക്കി എല്ലാവരും അറിയാം. So we can directly substitute. So P of A union B is 1 by 12 is equal to 1 by 3 plus 1 by 4 minus P of A intersection B. So
So P of A intersection B will be equal to 1 by 3 plus 1 by 4 minus 1 by 12. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. 1 by 3 plus 1 by 4 minus 1 by 12. ആൻസർ എന്താ? 1 by 2. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മൂവിങ് ഓൺ. സോ നമുക്ക് 1 by 2 കിട്ടി, അങ്ങോട്ട് മാച്ച് ചെയ്യാം. The last question, if S is a sample space, then P of S is equal to this question. S sample space ആണെന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്കംസും ഉള്ള ഒരു സെറ്റ് ആണ്. എല്ലാ പോസിബിൾ ഔട്ട്കംസും ഉള്ള ഒരു സെറ്റ് ആണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദിസ്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു എക്സ്ട്രാ 0 കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ പതറരുത്. ഓക്കെ, കണ്ടോ, നിങ്ങൾ പതറി 0 വരെ പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ് സൂര്യ. Okay. Moving on. Next question. If A and B are two events of a random experiment such that P of A, നിങ്ങൾ അതൊക്കെ അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട, മെയിൻ സംഭവങ്ങൾ മാത്രം വായിച്ച് അണ്ടർലൈൻ ചെയ്യാം. P of A is equal to 1 by 4, P of B is equal to 1 by 2, P of A and B is equal to 1 by 8. The question is find P of A or B. P of A or B. P of A or B എന്താണ്? അപ്പോൾ നമുക്കറിയാം P of A or B എന്ന് ഉദ്ദേശിക്കുന്നത് or. what is or? യൂണിയൻ ആണ്. സോ P of A യൂണിയൻ B ആണ്. അവർ പറയാതെ പറയുവാണ്, നിങ്ങൾ യൂണിയൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. ഓക്കെ, സോ ദിസ് ഇസ് P of A plus P of B minus P of A intersection B, which is equal to P of A 1 by 4 ആണെന്ന് നമുക്കറിയാം, P of B 1 by 2 ആണെന്ന് നമുക്കറിയാം, P of A intersection B എന്താണെന്ന് നമുക്കറിയാം. അവിടെ എന്ത് അവർ പറയാണ്ട് പറയുന്നുണ്ട് P of A and B എന്ന് പറഞ്ഞാൽ P of A intersection B ആണ്. So that is 1 by 8, which is equal to, കണ്ടുപിടിച്ചോ guys, 1 by 4 plus 1 by 2 minus 1 by 8. The answer is very good Pradeepan, it's 5 by 8. Okay, very good. Hizana, Sharon, Neymar, Windu, Anjali Krishna, Nandu Steki, very good. Yes, Sahal again. Very good, Sahal. Sahal answer correct ആയിട്ട് പറയുന്നുണ്ടല്ലോ. Okay. അടുത്ത question. Given that P of A is equal to 0.5, P of B is equal to 0.6, P of A intersection B is equal to 0.3, what is P of A dash intersection B dash? P of A dash intersection B dash. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. സിമ്പിൾ ആയിട്ട് ഡി മോർഗൻസ് ലോ, അതിനാണ് ഞാൻ ഡി മോർഗൻസ് ലോ പറഞ്ഞത്. P of A dash intersection B dash എന്ന് പറയുന്നത് P of A union B whole dash അല്ലേ? ഡി മോർഗൻ പറഞ്ഞിട്ടില്ലേ അത്? സോ P of A union B എങ്ങനെ കണ്ടുപിടിക്കും? P of A union B അല്ല, P of A union B whole dash എന്ന് പറയുന്നത് 1 minus P of A union B ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 1 minus P of A union B അതിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ P of A union B നമുക്ക് വേണം. പോയി കണ്ടുപിടിച്ചോ P of A union B. വേഗം P of A union B എന്താണ്? P of A union B is equal to P of A plus P of B minus P of A intersection B, which is equal to 0.5 plus 0.6 minus 0.3, and that is equal to what, guys? That is equal to what? Hizana Sharon ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 0.8. വെരി ഗുഡ്. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? 0.8. യെസ്, നെയ്മർ അഗൈൻ 0.8. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓ യെസ്, വെരി വെരി കറക്റ്റ് ആണ്. നന്ദന കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലീവ് ചെയ്തല്ലേ? താങ്ക് യു സോ മച്ച്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം. സോ P of not A not B, നന്ദന മാത്രം ശ്രദ്ധിച്ചോളത്. P of not A not B, P of not A and not B എന്ന് പറയുന്നത് P of A dash intersection P of B dash ആണ്, which is equal to P of A union B whole dash, which is equal to 1 minus P of A union B അല്ലേ? which is equal to 1 minus P of A union B എങ്ങനെ കണ്ടുപിടിക്കും? A union B എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. So 1 minus 5 by 8, which is equal to 8 minus 5, 3 by 8. 3 by 8 is the answer. Okay, Nandana? Good job on that. Surya, yes, very good. Okay.
മൂവിങ് ഓൺ. അപ്പോൾ ഇതിലെല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തില്ലേ? ഇല്ല, നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ അത് ചെയ്യാം. വേഗം ചെയ്തോ, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ. സോ പി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ് ക്വസ്റ്റ്യൻ. ഡാഷ് ഡാഷ് അപ്പുറപ്പുറമൊക്കെ ഡാഷ് വന്നാൽ ഡി മോർഗനോ സ്മരിക്കണം. സോ എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു 1 minus P of A intersection B, which is equal to 1 minus 0.3, which is equal to 0.7. Okay guys, this color clear alle Kichu macha to color macha, pen color macha. If that's not clear for you, I can surely do that. So 0.7, very good. Fida Sharon, Adira Suresh, Mashida Rinsi, very good. Moving on. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു രണ്ട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് അവർ എക്സ്പെരിമെന്റ് തരും, എത്ര നമ്പർ ഓഫ് ഔട്ട്കംസ് ഉണ്ടാവുന്നതായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, എത്ര ഔട്ട്കംസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു എക്സ്പെരിമെന്റ് തന്നാൽ ഹൗ മെനി ഔട്ട്കംസ് വിൽ ഇറ്റ് ഹാവ്. ഓക്കെ, അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ നോക്കുക, ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളൊരു കോയിൻ ഒരു 10 പ്രാവശ്യം ടോസ് ചെയ്തെന്ന് വിചാരിക്കാം. ഇഫ് യു ടോസ് എ കോയിൻ 10 ടൈംസ് നിങ്ങൾ ഒരു കോയിൻ ടോസ് ചെയ്തു, അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഔട്ട്കംസ് ഉണ്ടാവും. സോ 10 ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ടു ഗോ ആൻഡ് റൈറ്റ് എവറി സ്റ്റെപ്പ്. എല്ലാ സ്റ്റെപ്പിലും അങ്ങനെ ചെയ്തു പോകുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പ്രാക്ടിക്കൽ. അപ്പം നമുക്ക് ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് അത് എഴുതുക. അതിന്റെ പവറിൽ എത്ര പ്രാവശ്യം ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എഴുതുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫസ്റ്റ് ആ ഇവന്റ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് എഴുതുക. അതിന്റെ പവറിൽ യു ഹാവ് ടു റൈറ്റ് എത്ര പ്രാവശ്യം ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, സൂം ചെയ്യാം അഞ്ജലി, നിഷ വിജയൻ. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ 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 അപ്പം നമ്മൾ പറഞ്ഞത് കോയിന്റെ കേസ് ആണ്. അപ്പം എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് നമ്മൾ നോക്കുക ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് ടു ദ പവർ ഓഫ് ഹൗ മെനി ടൈംസ് എക്സ്പെരിമെന്റ് ഇസ് ബീങ് റിപ്പീറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്താൽ നമുക്ക് 2 ഔട്ട്കംസ് കിട്ടും, ഹെഡ് ഓർ ടെയിൽ. സോ യു റൈറ്റ് ദാറ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ഒരു കോയിൻ 2 ടൈംസ് ടോസ് ചെയ്താൽ എത്ര ഔട്ട്കംസ് കിട്ടും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഒരു പ്രാവശ്യം ടോസ് ചെയ്താൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഔട്ട്കംസ് കിട്ടും. അത് എഴുതുക. ടു ദി പവറിൽ എന്ത് ചെയ്തും എത്ര പ്രാവശ്യം ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ദാറ്റ് ഇസ് 2 power 2. സോ യു വിൽ ഹാവ് 4 ഔട്ട്കംസ്. 2 raised to n. വെരി ഗുഡ് അജിത സജീവ്. അങ്ങനെയാണ് കിട്ടുന്നത്. 2 raised to n. ഓക്കെ, യെസ്, 2 raised to 2. നന്ദന, നന്ദപ്രിയ, ദാറ്റ്സ് കറക്റ്റ്. ഹിസാന കറക്റ്റ് ആണ്. മുഹമ്മദ് അഫ്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഡൈസിന്റെ കേസിലാണെങ്കിലും സിമിലർലി നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അത് 6 ഔട്ട്കംസ് വരും. സോ ടു ദ പവർ ഓഫ് ഹൗ മെനി ടൈംസ് എക്സ്പെരിമെന്റ് ഇസ് റിപ്പീറ്റിംഗ്, എത്ര പ്രാവശ്യം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തോ അത് ചുമ്മാ കൊണ്ടുപോയി പവറിലിടുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് എങ്ങനെയാണെങ്കിൽ, ദ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ ദ സാമ്പിൾ സ്പേസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് ത്രോയിങ് 2 ഡൈസ്. 2 ഡൈസ് നമ്മൾ എറിയുകയാണ്. സോ ഹൗ മെനി ഔട്ട്കംസ് വിൽ യു ഹാവ്? How many outcomes will you have? How many outcomes? 2 ഡൈസ് എടുത്ത് നിങ്ങൾ ത്രോ ചെയ്യുമ്പോൾ how many outcomes നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ സാമ്പിൾ സ്പേസിൽ? എത്ര ഔട്ട്കംസ് കിട്ടും? Yes, 6 raised to n. Very good. 6 raised to n ആണ്. ഇവിടെ n എത്രയാ? How many times are we repeating the experiment? Very good, Arjun Krishnan. Yes, it is 6 square, which is 36. Okay, you'll get 36 outcomes if you're tossing, if you're throwing a dice 2 times. Very good, very good. Yeah, a lot of you are getting the right answers. Very good. So we'll move on to the next question. Adutha question parayunnathu, in a random experiment 6 coins are tossed. 6 coins are tossed simultaneously. Avadeyum ninge sample space il varuna number of outcomes കിട്ടാൻ വേണ്ടി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു എത്ര, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഔട്ട്കം കിട്ടും. ടു ദി പവർ എത്ര ടൈം ടോസ് ചെയ്യുന്നുണ്ട്? ഇവിടെ 6 കോയിൻസ് ടോസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് 2 to the power 6. Okay, so that's how it gets. 2 to the power 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വെരി ഗുഡ് ആതിര സുരേഷ്. മൂവിങ് ഓൺ. ഇനി
ഇനിയുള്ളത് probability of equally likely outcomes. Probability of equally likely outcomes. Equally likely events എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം മഴ, വെദർ ഫോർകാസ്റ്റിംഗ് ടീം ഡിപ്പാർട്ട്മെന്റ് പറയത്തില്ലേ മഴ 50-50 ചാൻസ് ആണ്, മീൻസ് വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയും. സോ ഈ ഒരു 50-50 ചാൻസ് അങ്ങനെ, അതായത് ഈക്വൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി വരുന്ന സംഭവങ്ങളാണ്, അങ്ങനത്തെ ഇവന്റ്സിനാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ എക്സാം നടക്കും, മീൻസ് 50-50 ചാൻസ് ആണെങ്കിൽ നിങ്ങൾ പറയും അത് ഒരു ഈക്വലി ലൈക്ലി ഇവന്റ് ആണെന്ന് പറയും. ഓക്കെ, വേറെ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരാനും ടെയിൽ വരാനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഹെഡ് വരും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഹാവിംഗ് ഒരു ഹയർ പ്രോബബിലിറ്റി ഇല്ല, രണ്ടിനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടിനും ഈക്വൽ പ്രോബബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ഡൈസ് നിങ്ങൾ ത്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം 6 ഔട്ട്കംസ് വരാനും ഈക്വൽ പ്രോബബിലിറ്റി ആണുള്ളത്, അതും ഒരു ഈക്വലി ലൈക്ലി ഔട്ട്കം ആണ്. ഇനി എന്താണ് നോട്ട് ഈക്വലി ലൈക്ലി ഔട്ട്കം? ഈക്വലി ലൈക്ലി ഔട്ട്കമിന്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി. നോട്ട് ഈക്വൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇഫ് യു ത്രോയിങ് എ മാച്ച് ബോക്സ്, ഡൈസ് മാറ്റി നിങ്ങൾ മാച്ച് ബോക്സ് അറിയാമെന്ന് വിചാരിച്ചു. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് മാച്ച് ബോക്സിൽ ഒരു സൈഡ് പ്ലെയിൻ ആണ് അല്ലേ, മീൻസ് കുറച്ചും കൂടെ വലുതാണ്. സോ ഇഫ് യു ആർ ത്രോയിങ് ഇറ്റ് ദർ ഇസ് എ ഹയർ ചാൻസ് ദാറ്റ് ഈ മറ്റേ വലിയ വശം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദാറ്റ് മീൻസ് അതൊരു ഈക്വലി ലൈക്ലി ഇവന്റ് അല്ല. ഓക്കെ, അതേസമയം ഡൈസ് ഇസ് ഹാവിങ് എല്ലാ സൈഡും ഈവൺ ആണ്, എല്ലാ ഫേസസും ഈവൺ ആയതുകൊണ്ട് ഡൈസ് ഒരു ഈക്വലി ലൈക്ലി ആണ്, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മാച്ച് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ വി കൻ പ്രഡിക്റ്റ് ഓൾമോസ്റ്റ്, നമുക്ക് കൂടുതൽ ഫ്ലാറ്റ് ആയിട്ടുള്ള വശം കിട്ടും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ചാക്കാണെന്ന് വിചാരിച്ചു, ഒരു സഞ്ചിയോ ചാക്കോ വാട്ട് എവർ യു ക്യാൻ കോൾ, അതിനകത്ത് ബോൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇഫ് യു ഹാവ് ബ്ലാക്ക് ബോൾ, റെഡ് ബോൾ, ലോട്ട് ഓഫ് ബോൾസ്, അതിൽ ബ്ലാക്ക് ബോളിന്റെ സൈസ് കൂടുതലാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കണ്ണടച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഹയർ പ്രോബബിലിറ്റി ദാറ്റ് യു വിൽ ടേക്ക് ദ ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് എടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ നോട്ട് ഈക്വലി ലൈക്ലി പറയും. അതേസമയം എല്ലാ ബോൾസും സെയിം സൈസ് ആണ്, നമ്മളിങ്ങനെ കണ്ണടച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏതായിരിക്കും എടുക്കുന്നതെന്ന്. സോ അതാണ് ഈക്വലി ലൈക്ലിയും നോട്ട് ഈക്വലി ലൈക്ലിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ഓക്കെ മിസ് സഹൽ. ഓക്കെ, സോ വിൽ മൂവ് ഓൺ. ഇനി ഫുൾ പ്രോബബിലിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, മീൻസ് വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വായിച്ചോ. 1 card is drawn from a well shuffled pack of 52 cards. ഈ കാർഡ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്സിനെ പറ്റി നല്ല ധാരണ വേണം. നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. ഓക്കെ ഓക്കെ യാ, സോ കാർഡ്സ് അറിയാവുന്നവർ ചെയ്തു തുടങ്ങിക്കോ. 1 card is drawn from a pack of 52 cards. Okay, 52 cards നെ നമ്മൾ കണ്ണടച്ചൊരു കാർഡ് എടുക്കുകയാണ്. If each outcome is equally likely, calculate the probability that the card will be. Okay, നമ്മൾ കണ്ണടച്ചൊരു കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ് തേജസ് കണ്ടപ്പോൾ തന്നെ ആൻസർ പറഞ്ഞു. So the answer is 13/52. 13/52. Very good Adira, Riya Raji, very good. Okay. ഇനി next question ചെയ്തു അങ്ങനെയാണെങ്കിൽ not an ace. Ace അല്ല, ace കാർഡ് നമുക്ക് വേണ്ട, ബാക്കി ഒരു കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ what will you do? What is the probability? നമുക്കറിയാം ace എന്ന് പറഞ്ഞാൽ ace എത്ര കാർഡ്സ് ഉണ്ടാവും. not an ace എന്ന് പറയുമ്പോൾ not an ace is equal to 1 minus p of getting an ace ആണ്. Okay, p of not ace എന്ന് പറയുന്നത് 1 minus p of getting an ace ആണ്. So what is p of getting an ace? ഒരു ace എടുക്കാനുള്ള ഒരു പ്രോബബിലിറ്റി എന്താ? ace കാർഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 4/52 ആണ്. which means ഷിനി ജോസഫിന്റെ ആൻസർ കറക്റ്റ് ആണ്. 48/52 ആണ് ആൻസർ. It's not 39/52 guys, it's 48 because 1 minus 4/52 which is 48/52. ചെറിയ calculation error ആയിരിക്കും. Yes, very good Samal, Aryas, again Samal, Adira, Agnes, Sahal വീണ്ടും. Very good guys. Okay, Aisha, you don't know about cards? Okay, we'll just quickly discuss about cards then. അത് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാർഡ്സിനെ പറ്റിയിട്ട്. കാർഡ്സ് എന്ന് പറയുമ്പോൾ I'll just be very quick. കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കളേഴ്സ് കാർഡ്സ് ഉണ്ട്. റെഡ് കാർഡ്സും ഉണ്ട്, ബ്ലാക്ക് കാർഡ്സും ഉണ്ട്,
റെഡ് കാർഡ്സിൽ നമുക്ക് ഡയമണ്ടും ഹാർട്ടും വരും. അപ്പം റെഡ് 20, ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. 26 റെഡ്, 26 ബ്ലാക്ക്, 13 ഡയമണ്ട്സ് വരും, 13 ഹാർട്ട്സ് വരും, ബ്ലാക്കിൽ ക്ലബ് ആൻഡ് സ്പെയ്ഡ് വരും. ഓക്കെ, ഇതും 13 വെച്ചിട്ട്. ഇനി ഓരോ 13ലും കിങ്, ക്വീൻ, ജാക്ക്, ഏസ്, 2 3 4 5 6 7 8 9 10. ഇവിടെയും കിങ്, ക്വീൻ, ജാക്ക്, ഏസ്, 2 3 4 5 6 7 8 9 10. അങ്ങനെ 13 കാർഡ്സ് ടോട്ടൽ വരും. ഓക്കെ, കാർഡിനെ കുറിച്ച് പറഞ്ഞല്ലോ മീഡിയ. യു നോ അബൌട്ട് കാർഡ്സ്. Okay, very good Sahel, that's correct. 48/52. Okay, so that's all about cards. ഇനി അപ്പം ഏസ് കാർഡ് അല്ലാത്ത നമുക്ക് കിട്ടി. സോ what about a black card? ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞോ. ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് കാർഡ്സ് യു ക്യാൻ ലുക്ക് ഹിയർ. ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? See, how many black cards do you have? 26 black cards നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? So this is 26/52. Okay, അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 1/2 എന്നൊക്കെ എഴുതാം. Okay, very good Abhay, that's correct. Very good Adira Suresh, again correct. Adira ellam correct ആക്കുന്നുണ്ട്. Very good. Okay, what about not a diamond? You don't want a diamond. Diamond ഇല്ലാത്തൊരു കാർഡ് എടുക്കാൻ എന്തായിരിക്കും പ്രോബബിലിറ്റി? Okay, so not a diamond എന്ന് പറയുമ്പോൾ നമുക്ക് P of not a diamond എന്ന് പറയുന്നത് 1 minus P of getting a diamond ആണ്. Okay, അങ്ങനെയാണെങ്കിൽ this is equal to 1 minus getting a diamond എന്താ? 13/52 ആണ്. അങ്ങനെയാണെങ്കിൽ yes, very good Jidin James. I'm sorry, excuse me. 1 minus 13/52 is the correct answer. And what's the answer? 39/52. Very good Surya. Yes, very good. Ini not a black card. Next question chedo. Not a black card. Black card venda. Ivide namukku complement inde sambhavam apply cheyyam. So P of not black card is equal to 1 minus P of getting black card, which is equal to 1 minus, what is P of getting a black card? It is 26/52. So what is that answer? Yes, very good Abharna Prakash. This is again 26/52, which is also equal to, very good Tejas, this is 1/2. Anaka, that's correct, 1/2. Simplify that angane kittum. Okay, even namukku adutha question cheyyam. A face card കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നിങ്ങൾ കാർഡ് കണ്ണുടച്ച് പിക്ക് ചെയ്യുമ്പോൾ what is the probability of getting a face card? ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ കിങ്, ക്വീൻ, ജാക്ക്, ഏസ്. ഓക്കെ, ടോട്ടൽ നമുക്ക് കിങ്, ക്വീൻ, ജാക്ക് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ 4 സ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 12 ഫേസ് കാർഡ്സ് ഉണ്ടാവും. ടോട്ടൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു 12/52. വെരി ഗുഡ് അജാസ്, വെരി ഗുഡ് ഷിഫ, ജയലക്ഷ്മി. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ബ്ലാക്ക് ഫേസ് കാർഡ്. ബ്ലാക്ക് കാർഡും ആയിരിക്കണം, അതൊരു ഫേസ് കാർഡും ആയിരിക്കണം. black face card ആരാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. black face card, black കളറും ആയിരിക്കണം, ഫേസ് കാർഡും ആയിരിക്കണം. let me see who gets it first. black face card, ബ്ലാക്കും ആയിരിക്കണം, ഫേസും ആയിരിക്കണം. Yes, very good Abhay. പക്ഷെ ആരും അതിന് മുന്നേ പറഞ്ഞു, but I didn't catch that, sorry. അപ്പം 6/52 ആണ് അതിന്റെ ആൻസർ. വെരി ഗുഡ് 6/52 ആണ്. കാരണം we'll have ബ്ലാക്കിൽ നമുക്ക് 6 ഫേസ് കാർഡ്സ് ആണ് ഉണ്ടാവണം. അപ്പൊ 6/52. It's not 8/52 guys, it's 6/52. ഓക്കെ, ഇപ്പൊ കുറെ പേർക്ക് കിട്ടുന്നുണ്ട്. Not 4/52 നന്ദന, it's 6/52. അല്ലനാണോ ഫസ്റ്റ് പറഞ്ഞേ? ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 students A and B appeared for an exam. The probability that A will qualify the exam is 0.05. അപ്പോൾ A എക്സാമിന് പാസ് ആവുന്നുള്ള പ്രോബബിലിറ്റി 0.05 ആണ്. അത്ര ചെറിയ പ്രോബബിലിറ്റിയാണ്.
and B will qualify the exam is 0.10. Okay, കുറച്ചും കൂടെ ഹൈ പ്രോബിലിറ്റി ഉണ്ട്, എന്നാലും ബി പാസ് ആവാനുള്ള ചാൻസ് കൂടുതലും. So A pass ആവാനുള്ള ചാൻസ് 0.05 and B pass ആവാനുള്ള probability is 0.10. So question is, I mean, and also both will qualify 0.02 ആണ്. The question is both A and B will not qualify. രണ്ടുപേരും പാസ് ആവില്ല, രണ്ടുപേരും പൊട്ടുന്ന ആ പ്രോബബിലിറ്റി എന്താണ്? രണ്ടുപേരും പൊട്ടുന്ന പ്രോബബിലിറ്റി, രണ്ടുപേരും എക്സാമിന് പാസ് ആവാത്ത പ്രോബബിലിറ്റി. How can you find it? Question എന്തായിരിക്കും? P of എയും പാസ് ആവാൻ പാടില്ല. സോ ലെറ്റ്സ് ടേക്ക് എ എന്ന് പറയുന്നത്, P of A എന്ന് പറയുന്നത് പാസ് ആവുന്ന പ്രോബബിലിറ്റി. സോ എയും ബിയും പൊട്ടണം, പാസ് ആവാൻ പാടില്ല. സോ എ ഡാഷ് ബി ഡാഷ്, ഇവിടെ ആൻഡ് വന്നുകൊണ്ട് ഇതൊരു ഇന്റർസെക്ഷൻ ആയി മാറും. ക്വസ്റ്റ്യൻ ഇസ് P of A ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, A dash intersection B dash. Okay, so this is P of A union B whole dash in the D Morgan പറഞ്ഞിട്ടുണ്ട്. Okay, P of A union B whole dash, that is 1 minus P of A A union B എന്ന് ഞാൻ നിങ്ങളോട് ഫസ്റ്റേ പറഞ്ഞു. So this is 1 minus P of A union B എന്താണ്? A union B എന്താണ്? പോയി കണ്ടുപിടിച്ചോ. A union B സൈഡിൽ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോ. P of A union B, P of A union B കിട്ടിയാലാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. So that is P of A plus P of B minus P of A intersection B. ഇത് കണ്ടുപിടിക്കാനുള്ള എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. So just simply substitute നമുക്ക് കിട്ടും. P of A is 0.05 plus 0.10 minus 0.02. ആൻസർ എന്ത് വരും? എന്ത് വരും? .13. So this is 0.13, which is equal to 1 minus 0.13 എന്താണ്? 0.87. അപ്പോൾ രണ്ടുപേരും പൊട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.87 ആണ്. രണ്ടുപേരും പൊട്ടാനാണ് ചാൻസ് അപ്പോൾ കൂടുതൽ അല്ലേ? പാസ് ആവാൻ ജസ്റ്റ് 0.05 0.10 ഉള്ളൂ, പക്ഷെ പൊട്ടാൻ 0.87 പ്രോബബിലിറ്റി ഉണ്ട്. വെരി ഗുഡ് ആര്യ, വെരി ഗുഡ് നന്ദപ്രിയ. 0.87 ആണ് ആയിഷ. സൂര്യ, വെരി ഗുഡ്. Sahal, it's not 0.13, it's 0.87. Yeah, നേരത്തെ ആൻസർ ആണല്ലേ പറഞ്ഞത്. ഓക്കെ, 0.13. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്. സോറി. ഓക്കെ ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം ഹനൂന. ഓക്കെ, മൂവിങ് ഓൺ. ഇത് നമുക്ക് ചെയ്യണ്ട. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. A committee of 2 persons is selected from 2 men and 2 women. 2 മെന്നും 2 വിമനും ഉണ്ടായിരുന്നു. അതിൽ നമുക്കൊരു ടീം ഉണ്ടാക്കണം with 2 persons. What is the probability that the committee will have no man? Okay, only females. Females മാത്രമുള്ള ഒരു കമ്മിറ്റി നമുക്ക് ഉണ്ടാക്കണം. So what is the probability? Okay, what is the probability? ഇവിടെയാണ് നിങ്ങൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പഠിപ്പിച്ച് അപ്പം തന്നെ പ്രോബബിലിറ്റി പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചതിന് ഇതുകൊണ്ടാണ്. കാരണം അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട്. വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് ഇല്ല, അത് മാത്രമേ ഇച്ചിരി ട്രിക്കി ആവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം നോ മാൻ മീൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 പേരും, നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 മെമ്പേഴ്സും ഫീമെയിൽസ് ആയിരിക്കും. ഓക്കെ, 2 മെമ്പേഴ്സും ഫീമെയിൽസ് ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ളത് 2 മെന്നും 2 വിമനും ആണ്. So how can you select? What is the probability of getting a female? That is 2C2. 2 women ഉണ്ട്, അതിൽ നിന്ന് 2 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം. So that is 2C2. Okay, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിനെ പറ്റി ഒരു ധാരണ വേണം. അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഗോ ബാക്ക്, നമ്മൾ കഴിഞ്ഞ ലൈവിൽ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് കം ബാക്ക് ലേറ്റർ ഓൺ. ഇപ്പൊ പോരുത് കേട്ടോ. ഓക്കെ, സോ 2C2 ഡിവൈഡഡ് ബൈ, ഇനി ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 4 പേരുണ്ട്, അതിൽ നമുക്ക് 2 പേരെ ചൂസ് ചെയ്യുന്നതാണ് ടോട്ടൽ പ്രോബബിലിറ്റി. സോ ദാറ്റ് ഇസ് 4C2. സോ 2C2 ഡിവൈഡഡ് ബൈ 4C2 ഇസ് ദി ആൻസർ. ഓക്കെ, യെസ് യെസ് യെസ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കണം. 2C2 എന്ന് പറഞ്ഞതൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യു ഗൈസ് കൻ ഗോ ആൻഡ് സിംപ്ലിഫൈ ഫ്രം ദയർ. നമുക്കിപ്പം സമയമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 man മീൻസ് 1 man and 1 woman ആയിരിക്കണം നമ്മുടെ ടീമിലുള്ളത്, നമ്മുടെ കമ്മിറ്റിയിലുള്ളത്. സോ നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 4C2 ആണ് ടോട്ടൽ ഔട്ട്കം. ഇനി ഇത് 1 man എന്ന് പറയുമ്പം 2 man ഉണ്ട്, അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക. ഇൻറ്റു ആൻഡ് ആണ്, 2 man, ഒരു മാൻ ആൻഡ് ഒരു വുമൺ. 2C1 into 2C1. ഓക്കെ, ദാറ്റ്സ് ഹൗ യു ഗെറ്റ് ഇറ്റ്. നസിഹ, കാർഡ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ. യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് വാച്ച് ഇറ്റ്. ഓക്കെ, നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്താൽ ബാക്കിയുള്ളവർക്കൊണ്ട് സമയം പോകും. ഓക്കെ, ഞാൻ ഇപ്പം ജസ്റ്റ് ലൈറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കാർഡ്സിനെ പറ്റിയിട്ട്. ഇനി 2 men മാത്രം, മെയിൽസ് മാത്രമുള്ള
team അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ how can you say the probability? So here again താഴെ 4c2 വരും ഡിനോമിനേറ്ററിൽ, മുകളിൽ 2 men നമുക്ക് 2 men തന്നെ സെലക്ട് ചെയ്യണം. So 2c2. Okay, 2c2 divided by 4c2 ആണ് ആൻസർ. It's very good. Alan correct ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Yeah, very good. Okay, so for 2c2 divided by 4c2 ആണ് 2 men മാത്രമുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലുള്ള നമ്മുടെ പ്രോബബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഇൻ വിച്ച് എ കോയിൻ is tossed repeatedly until a head comes up. So നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് തമ്മിൽ ഒരു ഗെയിം കളിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ കോയിൻ ടോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെഡ്സ് വന്നവരെ നിങ്ങൾ ഇങ്ങനെ ടോസ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ ഒരു സാമ്പിൾ സ്പേസ് ചെയ്താണ് പറഞ്ഞേക്കണത്, ഔട്ട്കംസ് ചെയ്താണ് പറഞ്ഞേക്കണത്. ഓക്കെ, ഇതെങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾക്ക് ആദ്യം ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇടുമ്പോൾ തന്നെ ഹെഡ്സ് വീഴാം. അപ്പം അതാണ് ഒരു ഔട്ട്കം. നിങ്ങൾ ആദ്യം ഫസ്റ്റ് തന്നെ ടോസ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ഹെഡ്, അതൊരു ഔട്ട്കം ആണ്. ഇനി അതല്ലെങ്കിലുള്ള ഔട്ട്കം എന്തായിരിക്കും? ഫസ്റ്റ് നിങ്ങൾ ടോസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ടെയിൽ കിട്ടി. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ടോസ് ചെയ്തപ്പോൾ നിങ്ങളൊരു ടെയിൽ കിട്ടി, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് ടോസ് ചെയ്തപ്പോൾ അവനൊരു ഹെഡ് കിട്ടി. അപ്പോൾ നമ്മുടെ ഇവന്റ് കംപ്ലീറ്റ് ആയി. ഹെഡ് വന്നാൽ നമ്മളവിടെ നമ്മുടെ ഗെയിം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ടെയിൽ കിട്ടി, നിങ്ങളുടെ ഫ്രണ്ടിനും ടെയിൽ കിട്ടി, പിന്നെ നിങ്ങൾ വീണ്ടും ഇടുമ്പോൾ നിങ്ങൾക്ക് ഹെഡ്സ് കിട്ടി, അവിടെ സ്റ്റോപ്പായി ഗെയിം. അതല്ലെങ്കിൽ ടെയിൽ ഹെഡ്സ് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ യു ഗൈസ് കൻ പുട്ട് ഒരു 3-4 കുത്തിട്ട് വെച്ചിട്ട് യു കൻ സ്റ്റോപ്പ് ദ ബ്രാക്കറ്റ്. വെരി ഗുഡ് നന്ദപ്രിയ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ അലൻ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള ഔട്ട്കംസ് അല്ല ഇവർ ചോദിക്കുന്നത്. കോയിൻ കണ്ടിന്യൂസ്ലി ടോസ് ചെയ്യുവാണ്, അപ്പോൾ നിങ്ങളുടെ സാമ്പിൾ സ്പേസ് എന്താണ്? ആൻഡ് യു സ്റ്റോപ്പ് ഓൺലി വെൻ നിങ്ങൾക്ക് ഹെഡ് കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹെഡ് കിട്ടി സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങളുടെ ഗെയിം അവിടെ തീർന്നു. സോ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഹെഡ് ആണ്, അതല്ലെങ്കിൽ TH ആണ്. ഓക്കെ, യെസ്, വെരി ഗുഡ് കൃഷ്ണപ്രിയ, ദാറ്റ്സ് കറക്റ്റ്. നെക്സ്റ്റ്. In a class of 60 students, 30 are selected for NCC, 32 are selected for NSS, and 24 are selected for both NSS and NCC. If one of these students is selected at random, find the probability. ഇതാണൊന്നുകൂടെ പറയണ്ടേ? അലന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ആർക്കാണ് ക്ലിയർ ആവാത്തേ? ഓക്കെ, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് an experiment in which a coin is tossed repeated ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടോസ് ചെയ്യാണ്. എവിടെ വരെ, ഏതുവരെ നിങ്ങൾ ഇത് ടോസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഒരു ഹെഡ് കിട്ടുന്നവരെ നിങ്ങൾ കണ്ടിന്യൂസ്ലി കോയിൻ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് നിങ്ങളുടെ ഗെയിം, അല്ല അതാണ് നമ്മുടെ ഇവന്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഔട്ട്കംസ് കിട്ടാം? നിങ്ങൾ ഫസ്റ്റ് ടോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹെഡ്സ് കിട്ടി, നിങ്ങൾക്ക് പരിപാടി നിർത്തി പോവാം. സോ അതൊരു ഔട്ട്കം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത് ടെയിലാണ്, നിങ്ങൾ നിർത്തൂല, കാരണം നിങ്ങൾക്ക് ഹെഡ്സ് കിട്ടണവരെ നിങ്ങൾക്ക് ടോസ് ചെയ്യണ്ടേ. സോ ടെയിൽ കിട്ടി, പിന്നെ നിങ്ങൾക്ക് ഒരു ഹെഡ്സ് കിട്ടി, യു സ്റ്റോപ്പ് ദ ഗെയിം. അത് വേറെ ഔട്ട്കം. ഇനി അതല്ല, വേറെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ടെയിൽ കിട്ടി, നിങ്ങൾ തളർന്നില്ല, പിന്നെയും ടെയിലിട്ട് പിന്നെയും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെഡ്സ് കിട്ടി. ഓക്കെ, ഹെഡ്സ് കിട്ടിയാൽ യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ദെയർ. പിന്നെ ടെയിൽ ഹെഡ്, പിന്നെ ടെയിൽ അങ്ങനെ പോകും. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. മൂവിങ് ഓൺ. ഓക്കെ, നമുക്ക് NSS NCCയിലേക്ക് വരാം. ഇഫ് എനി ഓഫ് ദീസ് സ്റ്റുഡൻസ് ഇസ് സെലക്ടഡ് അറ്റ് റാൻഡം, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ് സെലക്ടഡ് ഫോർ NSS ഓർ NCC. ഓക്കെ, നിങ്ങൾ റാൻഡം ആയിട്ട് ഒരു കൊച്ചിനെ പോയി സെലക്ട് ചെയ്യുവാന്നുണ്ടെങ്കിൽ വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആ കുട്ടി NSSൽ ഉണ്ട് ഓർ NCCയിൽ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും വന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു ഓർന്ന് കണ്ട അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വേണം യൂണിയൻ. ഇവിടെ ചോദിക്കുന്നത് P of NSS യൂണിയൻ P of NCC, P of NSS യൂണിയൻ NCC. ഓക്കെ, ഓർ വന്നാൽ യൂണിയൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എപ്പോഴും സെറ്റ്, നിങ്ങൾ ഓൾറെഡി സെറ്റ് പഠിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ, സോ ഇറ്റ് ഈസ് മോർ ഹെൽപ്ഫുൾ ഇഫ് യു ഡു ഇറ്റ് യൂസിങ് സെറ്റ് നൊട്ടേഷൻ ഒക്കെ വെച്ചിട്ട്, മീൻസ് അങ്ങനെ റൗണ്ട് ഒക്കെ വരച്ചിട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ റൗണ്ട് വരയ്ക്കാം, ഇങ്ങനെ റൗണ്ട് വരയ്ക്കാം. ഓക്കെ, ഇത് NCC ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇത് NSS ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഈ NCCക്കും NCCക്കും ബോത്ത് കോമൺ ആയിട്ടുള്ള പോർഷനിൽ വി ക്യാൻ റൈറ്റ് 24 ബിക്കോസ് 24 സ്റ്റുഡൻസിന് ബോത്ത് NSS ഉണ്ട് NCC ഉണ്ട്. സോ ദിസ് ഇസ് 24. ഇനി NCCക്ക് മാത്രം
കുറച്ച് പേര് NCC-ക്കും NSS-നും സെലക്ട് ചെയ്ത് ഭയങ്കര സ്മാർട്ട് ആയ ആൾക്കാരാണ്. അതല്ല NCC-ക്ക് മാത്രം സെലക്ട് ആയ ആൾക്കാരുണ്ട്. അവരെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ടോട്ടലി 30 സെലക്ടഡ് ഫോർ NCC. ടോട്ടൽ സ്റ്റുഡൻസിന് 30 സ്റ്റുഡൻസിന് NCC-ലേക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 24-നെ NSS-ന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് റിമൈനിങ്? NCC-ലേക്ക് മാത്രം സെലക്ട് ചെയ്ത പിള്ളേർ 6 ആയിരിക്കും. സിമിലർലി NSS-ലേക്ക് മാത്രം സെലക്ട് ചെയ്ത പിള്ളേർ എത്ര പേരുണ്ടാവും? 8 ആയിരിക്കും. Okay. So this is how you get the diagram. പക്ഷെ നമ്മളിത് ആഡ് ചെയ്താൽ 6 + 24 + 8 നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 38. 6 + 24 + 8 നിങ്ങൾക്ക് കിട്ടുന്നത് 38 ആണ്. പക്ഷെ നമുക്ക് 60 സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് 60 സ്റ്റുഡൻസ് ആണുള്ളത്. which means ബാക്കി വരുന്ന 22 സ്റ്റുഡൻസിന് ആരും സെലക്ട് ചെയ്തിട്ടില്ല. NSS-ലും ഇല്ല, NCC-ലും ഇല്ല. സോ 22 സ്റ്റുഡൻസ് ഒന്നിലുമില്ല. ഓക്കെ, NSS-ലും ഇല്ല, NCC-ലും ഇല്ല. The question is the students selected for NCC or NSS. So P of ഇത് യൂണിയൻ NSS യൂണിയൻ NCC എന്ന് പറയുമ്പോൾ P of NSS plus P of NCC divided minus P of NSS intersection NCC എന്നാണ്. പക്ഷെ it's better to write it from the diagram, set diagram. So NCC or NSS എന്ന് പറയുമ്പോൾ യൂണിയൻ എടുക്കാം. സോ യൂണിയൻ എടുക്കുമ്പോൾ 6 + 24 + 8 വരും അല്ലേ? അതല്ലേ ഇവിടുത്തെ യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് പോർഷൻ വരും. ഓക്കെ, the complete portion വരും. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 60. സോ ദ ആൻസർ ഇസ് 38/60. വെരി ഗുഡ്. സമൽ കേസ്, വെരി ഗുഡ്. അതിന് മുന്നേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റുഡന്റ് ഹാസ് സെലക്ടഡ് നെയ്തർ NCC or NSS. നമുക്കറിയാം 22 സ്റ്റുഡൻസിന് ആരും സെലക്ട് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇസ് 22/60. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NSS ബട്ട് നോട്ട് NCC. NSS-ലേക്ക് മാത്രം സെലക്ട് ചെയ്ത ആൾക്കാർ. സോ ദാറ്റ് ഇസ് ഇവര്, ഈ 8 പേര്. സോ ദിസ് ആൻസർ ഇസ് 8/60. ഓക്കെ, യെസ്, പുവർ 22 സ്റ്റുഡൻസ് ഫാൻ ഗേൾ. 8/60 കിട്ടിയില്ലേ? യെസ്, നേരത്തെ 22/60 കറക്റ്റ് ആണ്. Okay, moving on to the next question. A coin is tossed twice. What is the probability? Ini full coin questions ആണ്. കുറച്ച് നേരം പിന്നെ വേറെ question. What is the probability that at least one tail occurs? At least ഒരു tailingil നമുക്ക് വേണം. Okay, so ഒരു coin twice toss ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് outcomes? It can be head, it can be head tail, it can be tail head, it can be tail tail. നേരത്തെ അലൻ എല്ലാ ഔട്ട്കംസും ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ. സോ അതാണ് ഇവിടുത്തെ ആൻസർ, ഇവിടുത്തെ സാമ്പിൾ സ്പേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വരുന്ന ഔട്ട്കംസ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ടെയിൽ ഒക്കേഴ്സ്? മിനിമം ഒരു ടെയിലെങ്കിലും വേണം. സോ മിനിമം ഒരു ടെയിൽ എവിടേക്ക് ഉണ്ട്? ഇവിടെ ഒരു ടെയിൽ ഉണ്ട്, ഇവിടെ ഒരു ടെയിൽ ഉണ്ട്. മിനിമം ആണ് ഒരു ടെയിൽ. 2 ടെയിൽ വന്നാലും നമുക്ക് വിഷയമില്ല. സോ ദിസ് ഓൾസോ. അപ്പോൾ പോകുന്ന ആൾ ഇത് മാത്രമേ ഉള്ളൂ, ബിക്കോസ് അവിടെ ഒരു ടെയിൽ പോലും ഇല്ല. The answer is 3/4. The answer is 3/4. Yes, Farsana, very good. That is correct. Adira Suresh, very good. Okay, Samal, very good. Surya, very good. Okay, ഇനി 3 coins toss ചെയ്താലുള്ള സാമ്പിൾ സ്പേസ് എന്ന് ഇത് നിങ്ങൾ പെട്ടെന്ന് 2 coins toss ചെയ്തപ്പോൾ ഉള്ളത് എഴുതി. 3 coins toss ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാമ്പിൾ സ്പേസ് വരിക? എത്ര ഔട്ട്കംസ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? 2 to the power 3 ആയിരിക്കും ഔട്ട്കംസ്. കാരണം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഔട്ട്കംസ് 2 ആണ്. പവറിൽ എത്ര തവണ ടോസ് ചെയ്യുന്നതെന്ന് വരും. സോ 2 power 3 that is 8. ടോട്ടൽ 8 ഔട്ട്കംസ് നമുക്ക് വരും. അപ്പോൾ അത് എഴുതാം. ഫസ്റ്റ് എല്ലാം ഹെഡ്സ്, ഹെഡ്, പിന്നെ ഹെഡ് ടെയിൽ എഴുതാം. ഹെഡ് ടെയിൽ എഴുതാം. ടെയിൽ ഹെഡ് എഴുതാം. പിന്നെ ഹെഡ് ടെയിൽ എഴുതാം. ടെയിൽ ഹെഡ് എഴുതാം. ടെയിൽ ഹെഡ് ടെയിൽ എഴുതാം. ടെയിൽ എഴുതാം. 1 2 3 4 5 6 7 8 8 ഔട്ട്കംസ് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 3 കോയിൻസ് ടോസ് ചെയ്താലുള്ള ഔട്ട്കംസ് വരുന്നത്. ഇത് ഞാൻ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യന് നമുക്കത് ഉപകാരപ്പെടും. ദ ക്വസ്റ്റ്യൻ ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്. ഹെഡ് പാടില്ല. വി ഡോണ്ട് വാണ്ട് ഹെഡ്. ഓക്കെ, വി ഡോണ്ട് വാണ്ട് ഹെഡ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ എല്ലാം ഹെഡ് ഉണ്ട്. ഈ ഒരൊറ്റ ഔട്ട്കമിൽ മാത്രം ഹെഡ് ഇല്ലാത്തുള്ളൂ. സോ ദാറ്റ് മീൻസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 1/8 because only one outcome il maatrame head illathudu. Okay, very good. Anu Rinu has listed out every outcome. Okay, ini exactly one head.
Exactly one head. ഒരൊറ്റ head. രണ്ട് head അല്ല, മൂന്ന് head അല്ല, ഒരൊറ്റ head. എവിടെയുണ്ട്? So you can see here ഒരു head. I'll change the ink color. Okay. ഇവിടെ ഒറ്റ head ഉള്ളൂ, ഇവിടെ ഒറ്റ head ഉള്ളൂ, ഇവിടെ ഒറ്റ head ഉള്ളൂ. That means the answer is 3/8. The answer is 3/8. Okay. ഇനി at least one head. At least minimum ഒരു head എങ്കിലും വേണം. So minimum ആണ് condition പറയുന്നത്, minimum. So minimum condition പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് heads ഓക്കെയാണ്, കാരണം at least ഒരു head എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ മൂന്ന് head വന്നാൽ നമുക്ക് ബമ്പർ ആണ്, ബോണസ് ആണ്. സോ ഈ ഹെഡ് ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. ആകെ എല്ലാം ടെയിൽ വരുന്ന കേസ് മാത്രം നമുക്ക് ഓക്കെ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാണ്. ദാറ്റ് മീൻസ് ദി ആൻസർ ഇസ് 7/8. 7/8. ഇനി അറ്റ്ലീസ്റ്റ് ടു ഹെഡ്സ്, മിനിമം നമുക്ക് രണ്ട് ഹെഡ് വേണം, മിനിമം രണ്ട് ഹെഡ് വേണം. സോ മൂന്ന് ഹെഡ് ഓക്കെയാണ്. ഈ കളർ തെളിയുന്നില്ലല്ലോ, ഓക്കെ ഈ കളർ എടുക്കാം. മൂന്ന് ഹെഡ് ഓക്കെയാണ്, രണ്ട് ഹെഡ് ഓക്കെയാണ്, രണ്ട് ഹെഡ് ഒരു ഹെഡ് ഓക്കെ അല്ല. സോ ദാറ്റ് മീൻസ് 1 2 3 4 ഔട്ട്കംസ് അല്ലേ. സോ ദാറ്റ് ഇസ് 4/8. അറ്റ്ലീസ്റ്റ് ടു ഹെഡ്സ് 4/8 കറക്റ്റ് ആണ്. ഓക്കെ, 4/8. വെരി ഗുഡ്. ഷംസുദ്ദീൻ, അരവിന്ദ്, Anurinu again, Jayalakshmi again, Aravind Goban again. Okay. Next question, dice question ചെയ്യാം. Two dice are thrown at random. Find the probability of getting a doublet. Random ആയിട്ട് നമ്മൾ രണ്ട് ഡൈസ് ത്രോ ചെയ്യുവാണ്. You need to get a doublet. അതിന്റെ probability എന്താണ്? അപ്പോൾ doublet എന്ന് പറഞ്ഞാൽ എന്താ? doublet എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഡൈസിലും സെയിം നമ്പർ വരിക. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡൈസ് ഇട്ടപ്പോൾ 2 കിട്ടി, സെക്കൻഡ് ഡൈസ് ഇടുമ്പോൾ 2 കിട്ടുവാന്നുണ്ടെങ്കിൽ that is called a doublet. Okay, so first of all let's write the sample space. Sample space എന്ത് വരുന്നുള്ളത് എഴുതി വെക്കാം. നമുക്കറിയാം ഫസ്റ്റ് 1 1 വരും, 1 2 വരും, 1 3 വരും, 1 4 1 5 1 6. ഓക്കെ, ഡബ്ലറ്റ്സ് ആണ് സംബന്ധം ഞാൻ ഇപ്പം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ സിമിലർലി 2 1 2 2 2 3 എക്സെട്ര 2 6 വരും, 3 1 3 2 3 3 etc 3 6 വരും, 4 1 4 2 4 3 etc 4 4 etc 4 6 വരും. എക്സെട്ര ഒന്നും വേണം, നമുക്ക് ഒരെണ്ണം കൂടെ ഉള്ളൂ, അത് എഴുതാം. 5 1 5 2 5 3 5 4 5 5 5 6 6 1 6 2 6 3 6 4 6 5 6 6. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ഔട്ട്കംസ് വരിക. വി നോ ദാറ്റ് ഒരു ഔട്ട്കം 6 മീൻസ് ഒരു പ്രാവശ്യം ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 വരും, പവർ 2, കാരണം 2 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് 36. നമുക്ക് ടോട്ടൽ 36 ഔട്ട്കംസ് ഉണ്ടാവും. ഗെറ്റിംഗ് എ ഡബ്ലെറ്റ്, വെരി ഗുഡ് ഗൈസ്. സമലൊക്കെ ഇപ്പോഴേ പറഞ്ഞു, അതിന് മുന്നേ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ doublets, see ഇവിടെ 1 2 3 4 5 6 outcomes are divided by total 36. So this is 1/6. Very good guys. In getting the sum of the numbers on the dice 8, നിങ്ങൾ കിട്ടുന്ന നമ്പേഴ്സ് രണ്ടും ആഡ് ചെയ്താൽ you should get 8. അതിനുള്ള ഔട്ട്കംസ്, അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? എവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടും? ഇവിടെ 8 കിട്ടും, 2 6 8 ആണ്. പിന്നെ 3 5 ഉണ്ട്, അവിടെ നിങ്ങൾക്ക് സം 8 കിട്ടും. 4 4 8 കിട്ടും, 5 3 8 കിട്ടും, 6 2 8 കിട്ടും. സോ 1 2 3 4 5 5/36. 5/36. ഷംസുദ്ദീൻ, ഫിദ, Sahal, Ismail, Jayalakshmi. Very good. Okay, moving on to the next question, the last question. A bag contains 9 balls of which 4 are red, 3 are white, 2 are green. Okay, so we have a bag of 9 balls, 4 red ഉണ്ട്, 3 white ഉണ്ട്, 2 green ഉണ്ട്, and a ball is drawn at random. Calculate the probability that it is not white. നമുക്ക് white മാത്രം വേണ്ട, വേറെ ഏത് കളർ ടേൽ ഓക്കെയാണ്. So either it should be red or green, it should not be white. So P of not white എന്ന് പറയുന്നത് 1 minus P of getting a white ആണ്. 1 minus P of getting a white, which is equal to 1 minus P of getting a white. നമുക്ക് കണ്ടുപിടിക്കാം. P of getting a white എന്തായിരിക്കും? We have 3 whites അല്ലേ? Out of 9 balls in the basket, we have 3 white.
അപ്പം വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഈസ് 3/9. ഓക്കെ, അപ്പോൾ വൈറ്റ് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി 1 minus 3/9, which is 6/9, which is 2/3. Very good. Oh, ഞാൻ മിസ് ചെയ്ത ഫസ്റ്റ് പറഞ്ഞോളാം. എനിവേസ് ഇപ്പൊ കാണുന്ന ആൾ ജയലക്ഷ്മി, ദാനിഷ്, സിതാര 5/36 അല്ല, ഇറ്റ് 2/9. നെയ്മർ 2/3 2/9 ആണ്. യെസ്, സിതാര, ദാനിഷ് അഗൈൻ. ഓക്കെ, അജ, സതീഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇറ്റ് ഇസ് ഐദർ വൈറ്റ് ഓർ ഗ്രീൻ. Either white or green. White ആവാം, green ആവാം. So what's the probability for getting either white or green? അപ്പോൾ നമ്മൾ പറഞ്ഞു either white or green ആണെന്നുണ്ടെങ്കിൽ you can get either white. Let me change the ink color. Either white or green. So the total probability will be 5 divided by 9. Okay. Either white or green is 5/9 ആയിരിക്കും. Very good, Shifa. Surya. Okay. Okay. Next, find the probability that none of the balls drawn, which is 2/3. ഏത് 2/3 നിങ്ങൾ പറയുന്നത്? Not white ആണോ? Not white. 1 minus 3/9 balls. So that is okay. 6/9. 2/3. ഞാൻ പറഞ്ഞു. So that's 2/3. I'm sorry guys if I was wrong. Yes, 2/3 ആണ്. Thank you Abarna. If I missed it, it was 2/3. Correct ആണ്. 2/9 ആണ് ഞാൻ പറഞ്ഞത്. 2/3 ആണ്. That was a mistake. 2/3 ആണ്. Correct ആണ്. Yes, Vida. Previous question അല്ലേ 2/3 ആണ്. ഞാൻ ആ 9 അവിടെ തന്നെ എഴുതിപ്പോയി. Sorry. Okay. So second question 5/9 കിട്ടിയില്ലേ? Yes, Neymar is 6/9 ആണ്, ശരിയാണ്. 2/3 ലേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. Okay, Shaima, very good. Illa Vinesh by 6/9, 2/9 varthilla, 2/3 varthullo. That was a mistake. Okay, thank you guys for correcting. Yes, Hanuna, that is 2/3. Very good. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ 6/9 എന്ന് പറയുമ്പോൾ 2/3 ആണെന്ന്. That's very simple. That's plain. Okay, next question. Find the probability that none of the balls drawn are green in color. Green വേണ്ട, നമുക്ക് white okay ആണ്, red okay ആണ്, but we don't want green. So that means red and white. Okay, 7/9. Oh, I must say the first one. Samal, Surya, Shamsuddin, somebody else told earlier, പക്ഷേ I missed them. Nandapriya, Samal. Okay, Miss Nayanman പറയുന്നുണ്ട്. Thank you. Okay, so I hope that's clear. ഇതാണ് നമ്മുടെ last question. Yes. So അത്രേ ഉള്ളൂ പ്രോബബിലിറ്റി. ഞാൻ പറഞ്ഞ പോലെ വളരെ കുഞ്ഞൊരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് ആ ലോജിക്ക് മാത്രം മനസ്സിലാക്കി പഠിച്ചാൽ മതി. പിന്നെ കോമ്പിനേഷന്റെ കേസ് അറിയാത്തവർ കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഒന്ന് പോവാം, നോക്കുക, തിരിച്ചു വന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഐ ഫർഗോട്ട് ദ നെയിം, ആരോ കാർഡ്സ് പറയണമെന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു. ഗോ ബാക്ക്, പെർമ്യൂട്ടേഷൻസിന്റെ ലൈവ് ആണ്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാർഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡോണ്ട് മിസ് എനി ഫർദർ ക്ലാസ്സസ്. കാരണം അങ്ങനെ എന്തെങ്കിലും കണ്ടിന്യൂറ്റി മിസ് ആയാൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. അപ്പോൾ കാർഡൊക്കെ പോയി പഠിച്ചിട്ട് യു ട്രൈ ഡൂയിങ് ദിസ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് ബൈ ബൈ പറയാം. ആൻഡ് വിൽ കം ബാക്ക് ഫോർ another live, another session, another chapter. 6/9 വരെ എഴുതിയാലും മാർക്ക് കിട്ടും സുനൈന, പേടിക്കണ്ട, അതിനൊക്കെ മാർക്ക് വരും. യെസ് 6/9 വരെ എഴുതിയാലും മാർക്ക് കിട്ടും സുനൈന. ഓക്കെ, നന്നായിട്ട് മനസ്സിലായോ സഹൽ? താങ്ക് യു ജെന്നിഫർ. Thank you guys for hearing me. എല്ലാവർക്കും ഓക്കെ അല്ലേ? ബൈ. Thank you. Okay, so I hope that's clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can put it now or we can stop right now. Okay, thank you so much guys. Thank you so much for the cooperation. We'll see you again. Bye.